കുട്ടികളെ, ഇന്ന് ഞാൻ കാറ്റിനെ എങ്ങനെ തടുക്കും എന്നുള്ള സൂത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവുകയാണ്. ആദ്യം എന്നെ ശ്രദ്ധിക്കൂ, എന്നിട്ട് പരിശീലിക്കൂ. ഇബൈസ്ക സിബൈസ്ക വിങ് ക്രിയേറ്റഡ്. ഇപ്പോൾ നിങ്ങൾ എന്റെ കൈയിന്റെ മൂവ്മെന്റ് ശ്രദ്ധിക്കണം. കൈയിന്റെ മൂവ്മെന്റ് ആണ് ഇതിൽ പ്രധാനം. ആദ്യം നല്ലോണം ഫോക്കസ് ചെയ്യൂ, എന്നിട്ട് നിങ്ങളിൽ വിശ്വസിക്കൂ. ഫോക്കസ് ആൻഡ് ബിലീവ്. എന്നിട്ട് മന്ത്രം പറയൂ. ഇബൈസ്ക സിബൈസ്ക വിങ് സ്റ്റോപ്പോ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഫോക്കസ് ആൻഡ് ബിലീവിന്റെ കൂടെ ധൈര്യമാണ് പ്രധാനമായിട്ടും വേണ്ടത്. ധൈര്യമുണ്ടെങ്കിൽ ആരെ വേണമെങ്കിലും നമുക്ക് എതിർക്കാം. എവിടെ, നീ ഒന്ന് ചെയ്യൂ രുദ്ര. ഞാനിപ്പോ കാറ്റിനെ നിർത്തി മുത്തശ്ശനെ സന്തോഷിപ്പിക്കും. അബൈസ്ക സബൈസ്ക വിൻ സ്റ്റാർട്ടഡ്. മുത്തശ്ശ രക്ഷിക്ക്. ഞാനെന്ത് തെറ്റായി ഇപ്പൊ ചെയ്ത്? സ്റ്റാർട്ടോ എന്നല്ല സ്റ്റോപ്പോ എന്നാണ് പറയേണ്ടത്. രംഗീല, നീ നന്നാവേ ഇല്ല. മുത്തശ്ശ രക്ഷിക്ക്. മുത്തശ്ശ Akira, Sakira, Fakira, Akira, Shakira, Shakila, Tequila, Shakila, Akira, Sakira, Smoked Star Creator. Yes. ചാക്കാൽ, നിങ്ങൾ തന്നെ പ്രശ്നത്തിൽ കുടുങ്ങിയല്ലോ. ഇത്രയും പൊടി അദ്ദേഹത്തിന്റെ മേലുണ്ടെന്ന് അറിഞ്ഞാൽ എന്തായിരിക്കും ഗതി? ഇപ്പൊ തന്നെ ഈ പൊടിയെല്ലാം തട്ടിക്കളയട്ടെ, അല്ലെങ്കിൽ ഷക്കാൽ എന്നോട് ദേഷിക്കും. ഷാക്കാൽ, എന്താ സംഭവിക്കുന്നത്? എന്നെ രക്ഷിക്കൂ ഷാക്കാൽ, ഞാൻ ഈ പൊടിപടലത്തിലാണല്ലോ. രക്ഷപ്പെട്ടു. ഷാക്കാൽ, നിങ്ങൾ ഇതെന്താ ചെയ്തേ? ഇന്നത്തോടെ എന്റെ കഥ തീർന്നേനെ. പക്ഷെ ഒന്നും പറ്റിയില്ലല്ലോ. ഞാൻ സൺസിറ്റിയെ നശിപ്പിക്കാനുള്ള പദ്ധതികൾ ഇടുകയായിരുന്നു. അപ്പോഴാണ് നീ കുറുകെ വന്നത്. നീ എന്താ സ്വയം നശിക്കാൻ ആഗ്രഹിക്കുകയാണോ? ഇല്ല. സൺസിറ്റി, നിന്റെ അന്തിമകാലം അടുത്തിരിക്കുന്നു. ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കൂ. ഞാനാണ് ഷക്കാൽ. Akira, Sakira, Smoked Star Creator. വേഗം പോകൂ. വേഗം പോയി ആ സൺസിറ്റിയെ നശിപ്പിച്ചിട്ട് വരൂ. ഇത് അടിപൊളി തന്നെ ഷാക്കാൽ. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഈ നഗരം തന്നെ നശിക്കും. നിങ്ങൾ വലിയ മാജിഷ്യൻ തന്നെ. നിങ്ങളുടെ മാജിക് കൊണ്ട് സൺസിറ്റി ഇപ്പൊ നശിക്കാൻ പോവുകയാണ്. ഇത് വെറും തുടക്കം മാത്രമാണ്. ഇനി കുറച്ച് സമയത്തിനുള്ളിൽ ഈ സൺസിറ്റി മുഴുവനും കറുത്ത പുകയാൽ ശ്വാസം മുട്ടാൻ പോവുകയാണ്. ഇതെന്താ? ഓടിക്കോ, രക്ഷിക്കോ, ഞങ്ങളെ രക്ഷിക്കോ. ഓടിക്കോ, 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 ഓടിക്കോ.
ഇവിടെ എന്താ നടക്കുന്നേ? ഞാനിപ്പോ എന്താ ചെയ്യാ? എവിടേക്കാ പോവാ? വെറും മണ്ണും പുകയുമാണല്ലോ. വേഗം മുത്തശ്ശനോട് പറയണം. മുത്തശ്ശ, മുത്തശ്ശ. ഓ ആ ആ ഞാൻ മരത്തിന്റെ മുകളിലെന്നുള്ള കാര്യം മറന്നുപോയി. എന്തോ ഇത്? മുത്തശ്ശ, എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതെല്ലാം നശിപ്പിക്കുകയാണല്ലോ. അകത്തേക്ക് പോകുന്നതൊന്നും പുറത്തേക്ക് വരുന്നില്ലല്ലോ. തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ ഷാക്കാലായിരിക്കും. രുദ്ര, നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കൂ. ഞാൻ ആ കുട്ടിയെ രക്ഷിക്കട്ടെ. അവൻ പേടിച്ച് കരയുകയാണ്. മുത്തശ്ശ, ഞാൻ ഒപ്പം വരാം. പറഞ്ഞില്ലേ, ഇവിടെ തന്നെ നിൽക്കൂ. മുത്തശ്ശ, പേടിക്കണ്ട കുട്ടി, ഞാൻ നിന്നെ രക്ഷിക്കാനാണ് വന്നത്. വരൂ. എന്താ ഇത്? എനിക്കിവനെ പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷകാൽ. കണ്ടോ? ഇപ്പൊ കാണുന്നില്ല. എന്നാൽ നീയും ഇപ്പോൾ കാണാതെ പോവാനുള്ള സമയം വന്നിരിക്കുകയാണ് ജയ്സിംഗ്. മതിയാക്ക നിന്റെ കളി. ഒരു കുട്ടിയുടെ ഇമേജ് വെച്ചിട്ടാണോ നീ കളിക്കുന്നത്? മതി, നിർത്തിക്കോ. പറഞ്ഞത് വളരെ ശരിയാണ് ജയ്സിംഗ്. നിന്നെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ വിജയം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ഷാക്കാലിന് പ്രത്യേകിച്ച് ഒരു നിയമവുമില്ല. കാരണം എതിരാളിയെ നശിപ്പിക്കാൻ ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യും. കാരണം എനിക്ക് വിജയം മാത്രം മതി. മുത്തശ്ശ, രുദ്ര, ഇവിടം വിട്ട് പൊയ്ക്കോ. വേഗം പൊയ്ക്കോളൂ. രുദ്ര, ഇതെന്റെ ഓർഡറാണ്. മര്യാദയ്ക്ക് ഇവിടുന്ന് പൊയ്ക്കോ. ഈ സ്മോക്ക് ക്ലിയർ ചെയ്യുവാൻ എന്തെങ്കിലും വഴി കണ്ടുപിടിച്ചേ പറ്റൂ. ഇത് വലിയ പ്രശ്നമായിന്നാ തോന്നുന്നേ. ഞാനിവിടെ നിൽക്കുന്നത് ശരിയല്ല. എന്നെ കൂടി കൊണ്ടുപോ. എനിക്ക് പറക്കാൻ പറ്റില്ല. എന്നെ കൊണ്ടുപോ. മെല്ലെ. വേദനിക്കുന്നു. അപ്പൊ അതൊക്കെ എന്താ ഇവിടെ നടക്കുന്നേ? കണ്ടോ സോഗ, ഈ ഷാക്കാലിന്റെ ഒരു വിരൽ ഞൊടിയിൽ ഞാൻ എല്ലാം തന്നെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാൻ മായാജാലത്തിന്റെ രാജാവാണ്. എന്നെ കണ്ട് പേടിക്ക. ഞാനാണ് ഷാക്കാൽ. നമ്മളിപ്പോ എന്തിനാ ഇവിടേക്ക് വന്നത്? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? മൈറ, മുത്തശ്ശൻ പറയാറുള്ളത് ഓർമ്മയില്ലേ? എത്ര വലിയ പ്രശ്നമാണെങ്കിലും നമ്മൾ ശാന്തമായിട്ടാണ് ചിന്തിക്കേണ്ടത്. എല്ലാവരും മനസ്സ് ശാന്തമാക്കൂ, എന്നിട്ടൊന്ന് ആലോചിക്കൂ. ആലോചിച്ചു. എനിക്കിപ്പോ വല്ലാതെ വിശക്കുന്നു രുദ്ര. രംഗില വരും, പോകാം. എല്ലാം എവിടെയാണെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. വേഗം അതൊക്കെ കൊണ്ടുവന്ന് കഴിക്കാം. ഷാക്കാൽ ഒറ്റ മിനിറ്റ് കൊണ്ട് എല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഇനി സൺസിറ്റി മുഴുവൻ നിങ്ങളുടെ ഭരണമാണ്. തടുക്കാൻ ആരുമില്ല, നിങ്ങൾ എതിർക്കാനും ആരുമില്ല. ഇപ്പൊ ഒരു വലിയ പാർട്ടിയൊക്കെ കൊടുക്കാം. ഇനിയും കഴിഞ്ഞിട്ടില്ല സോഗ. ഇപ്പോഴും രുദ്ര ബാക്കിയാണ്.
അകീറ സകീറ സ്മോക്ക് സോൾജിയേഴ്സ് അപ്പിയറോ. വേഗം പോയി ആ രുദ്രയെ തിരഞ്ഞു കണ്ടുപിടിക്കുക. വേഗം കഴിക്കൂ. ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തണം. രുദ്ര, ഞങ്ങളുടെ കൂടെ വരൂ. ഷാക്കാൽ നിന്നോട് വരാൻ പറഞ്ഞു. രുദ്ര എവിടേക്കും വരാൻ പോകുന്നില്ല. ഷാക്കാൽ പറയുന്നത് കേൾക്കേണ്ടത് നിന്റെ ജോലിയാണ്, എന്റെ ജോലിയല്ല. ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൂട്ടിക്കൊണ്ടു പോവാം. എന്താ പറഞ്ഞ? നിനക്ക് ഞങ്ങളുടെ കൂടെ വരാൻ പറ്റില്ലെന്നും. വാ വാ ഞങ്ങളുടെ കൂടെ. രുദ്രയെ മാത്രമല്ല, രുദ്രയുടെ നിഴലെ പോലും നിങ്ങൾക്ക് പേടിപ്പിക്കാൻ കഴിയില്ല. അയ്യാ. അയ്യാ. ഏയ്. മൈര, സൂക്ഷിച്ച്. മൈര, നിങ്ങൾ എല്ലാവരും ഇവിടുന്ന് പൊക്കോളൂ. വേഗം പോ. താങ്ക് യു മൈര. താങ്ക് യു മൈര. ആദ്യമായിട്ട് എനിക്ക് നിന്നോട് ദേഷ്യം വന്നില്ല. ഞാനല്ല, നിങ്ങൾ രണ്ടുപേരാണ് അവരെ ഓടിച്ചത്. വരൂ, നമുക്ക് സൺസിറ്റിയെ പോയി രക്ഷിക്കാം. അല്ല, ഇത് പുതിയൊരു പ്രശ്നമാണല്ലോ. സൺസിറ്റിയെ എങ്ങനെ നമുക്ക് രക്ഷിക്കാൻ കഴിയും? ചിരിച്ചുകൊണ്ട് തന്നെ രക്ഷിക്കാൻ പോവാണല്ലേ? അല്ല, അത് പിന്നെ എങ്ങനെയാ? ഷാക്കാൽ, ഇതാ നിങ്ങൾ കുടിക്കോ. ശരിക്കും കഴിച്ചില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ ശക്തി കിട്ടുക? ശക്തി കിട്ടിയില്ലെങ്കിൽ പിന്നെ എങ്ങനെ രുദ്രയെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റും? രുദ്ര ഇപ്പോഴും പുറത്താണുള്ളത്. അവൻ വന്നാ വെള്ളമില്ലാതെ നിങ്ങൾ അലക്കി അങ്ങ് എടുക്കും. പിന്നെ അവൻ ഉണക്കാനിടും. പിന്നെ നിങ്ങളുടെ അവസ്ഥ എന്താവുമെന്ന് അറിയില്ല. ആലോചിച്ച് ഒരു തീരുമാനം എടുക്കൂ. മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞേ? എപ്പോ നോക്കിയാലും രുദ്രയെ പുകഴ്ത്തി പറയുന്നു. നീ എന്റെ ആളാണോ അതോ ആ രുദ്രയുടെ ആളാണോ? ഞാൻ നിങ്ങളുടെ ആള് തന്നെയാ. പക്ഷെ പുകഴ്ത്തുന്നത് മാത്രം അവനെയും. കാരണം അവൻ വന്നല്ലോ. വരൂ രുദ്ര, വരൂ. നിനക്ക് പറ്റുമെങ്കിൽ ഇന്ന് എന്നെ തോൽപ്പിക്കാൻ കഴിയുമോ എന്ന് നോക്ക്. അല്ലെങ്കിൽ ഇന്ന് നിന്റെ അവസാനമായിരിക്കും.
ഷക്കാൽ, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാന്ത്രിക ശക്തിയെയും സംശയിക്കരുത്. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ധൈര്യത്തോടെ എന്നോട് വന്ന് സംസാരിക്കുന്നുവോ? ഷാക്കാലിന്റെ മായാജാലത്തിന് മുമ്പിൽ ആർക്കും രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. രുദ്ര, എന്താ തയ്യാറാണോ? നിന്റെ അവസാനം ഇപ്പോൾ എന്റെ കയ്യിലാണുള്ളത്. നമുക്കത് നോക്കാം. രുദ്ര, നീ എന്ത് ചെയ്യാ? എന്റെ അടുത്തൊരു സൂപ്പർ ഐഡിയ ഉണ്ട്. മുത്തശ്ശൻ വിൻഡ് എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണം എന്നത് കുറിച്ച് പറഞ്ഞില്ലേ, ഞാൻ അതിപ്പോ പതുക്കെ പറഞ്ഞോണ്ടിരിക്കുകയാണ്. നമ്മളുടെ അടുത്ത് ഇപ്പോൾ ഒറ്റ വഴിയേ ഉള്ളൂ. രുദ്ര, രണ്ടുപേരും എന്താണ് അവിടെ സംസാരിക്കുന്നത്? ഇപ്പോൾ നിനക്കുള്ള ഒരേ ഒരു ജോലി എന്നെ നശിപ്പിക്കുക എന്നതാണ്. ഷക്കൽ, മുത്തശ്ശൻ എപ്പോഴും പറയാറുണ്ട് മനസ്സ് ശാന്തിയായാലേ പ്രശ്നങ്ങളെ നേരിടാൻ പറ്റുമെന്ന്. ഞാൻ അതാണിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ഞാനിപ്പോ എന്റെ മൈൻഡ് ഫോക്കസ് ചെയ്യുകയാണ്. എല്ലാവരും സ്വയം വിശ്വസിക്കണം. അങ്ങനെയാണെങ്കിൽ എന്ത് വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ തയ്യാറാണ്. ഫോക്കസ് ആൻഡ് ബിലീവ്. രുദ്ര, രുദ്ര, ഇനിയും ഒരുപാട് സമയമുണ്ട്. നല്ലവണ്ണം ആലോചിക്ക്. തോൽവി അംഗീകരിച്ചോളൂ. ഇപ്പൊ വഴക്കടിക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അത് നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ. എനിക്ക് ഈ വഴക്ക് കൂടുന്നത് താല്പര്യമുള്ള കാര്യമല്ല. ഞാൻ സ്നേഹം കൊണ്ട് സൺസിറ്റിയെ അടിമയാക്കാമെന്നാ വിചാരിച്ചത്. പക്ഷേ ആ ജയ്സിംഗ് അതിന് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. എന്തോ വരുന്ന പോലെ ഉണ്ട്, പക്ഷെ എന്റെ കൺമുന്നിൽ ഒന്നും കാണുന്നില്ലല്ലോ. രുദ്ര, നിന്റെ പുറകിൽ നോക്ക്. രുദ്ര, പിന്നിലും ഞാനാണ് മായാജാലത്തിന്റെ രാജാവ്. എന്നെ കണ്ട് പേടിക്കൂ. ഞാനാണ് ഷക്കാൽ. പാവം രുദ്ര നിന്ന നിൽപ്പ് തന്നെ പോവാൻ പോവാ. രുദ്ര മാത്രമല്ല, രുദ്രയുടെ നിഴൽ പോലും നിന്നെ കണ്ട് പേടിക്കില്ല. ഇവൈസ്കാ, സിവൈസ്കാ, ബൂം ചിക് ചിക് ബൂം. ആഹാ, രുദ്രയുടെ കഥ തീർന്നു. രുദ്രയുടെ കഥ തീർന്നു. അവന്റെ കഥ അവസാനിച്ചിട്ടില്ല. അവൻ എന്തോ വിപരീതമായി ചെയ്യാൻ പോവുകയാണ്. ഇല്ല, ഇങ്ങനെയൊന്നും ഒരിക്കലും നടക്കാൻ പാടില്ല. പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്നല്ലോ ഷാക്കാൽ. രുദ്ര കലക്കിയല്ലേ. രുദ്ര ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇന്ന് ഞാൻ അവന്റെ കഥ ഇവിടെ തീർക്കാൻ പോവുകയാണ്. നിന്നെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ഷാക്കാൽ. നീയാണോ? മുകളിലേക്കൊന്ന് നോക്കൂ ഷാക്കാൽ. ഇതുപോലൊരു കളി നീ ഇതുവരെ കണ്ടു കാണില്ല. മുത്തശ്ശന് ഒന്നും സംഭവിച്ചില്ലല്ലോ. നീ ഉള്ളപ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല രുദ്ര. ഞാൻ ചിന്തിക്കുന്നതൊക്കെ ഷാക്കാലിന് എന്ത് ചെയ്യാമെന്നാണ്. ജയ്സിംഗ്, നിങ്ങൾ എന്നെ കുറിച്ച് വെറുതെ ആലോചിച്ച് സമയം കളയണ്ട. ഈ ഷക്കാലുണ്ടല്ലോ, എന്നെങ്കിലും ഒരു ദിവസം ഈ സൺസിറ്റിയെ എന്റെ കൈക്കുമ്പിളിൽ വെച്ച് അടിമയാക്കുന്നതായിരിക്കും. ഈ ഷക്കാൽ തീർച്ചയായും തിരിച്ചു വരുന്നതായിരിക്കും. നിങ്ങളെ തീർച്ചയായും ഞാൻ നശിപ്പിക്കും.